ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മോഹനം രാഗത്തിലുള്ള നിന്നുക്കോരി എന്നുടങ്ങുന്ന വർണ്ണത്തിൻ്റെ സ്വരസ്ഥാനങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മോഹനം രാഗം 65ാമത്തെ മേളകർത്താരാഗമായ കല്യാണിയുടെ ജന്യരാഗമാണ്. അതുപോലെ തന്നെ ഈ രാഗം 28ാമത്തെ മേളകർത്താരാഗമായ ഹരികാമ്പോച്ചി രാഗത്തിൻ്റെ ജന്യരാഗമാണെന്ന് പറയപ്പെടുന്നു. ഈ രാഗത്തിൻ്റെ ഗമക പ്രയോഗങ്ങളൊക്കെ കല്യാണിയുടെ രീതിയാണ് വരുന്നത്. അതുപോലെ തന്നെ രാഗഭാവമൊക്കെ കല്യാണിയുടെ തരത്തിലാണ് ഇതിൻ്റെ രാഗപ്രയോഗങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇത് കല്യാണിയുടെ ജന്യരാഗമായിട്ട് കണക്കാക്കപ്പെടുന്നത്. മോഹൻ രാഗം വളരെ മനോഹരമായ രാഗമാണ്. ഈ രാഗത്തിനകത്ത് വളരെയധികം ചലച്ചിത്ര ഗാനങ്ങളും അതുപോലെ തന്നെ വളരെ മനോഹരമായ കീർത്തനങ്ങളും ഒക്കെ നിലവിലുണ്ട്. ഈ രാഗം പണ്ഡിതന്മാരും അതുപോലെ സംഗീതം പഠിക്കാത്ത ആൾക്കാരും ഒക്കെ വളരെ മധുരമായിട്ട് ആസ്വദിക്കുന്ന ഒരു രാഗമാണ് മോഹനം. പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് വയലിൻ പഠിക്കുന്നവർക്കും പാട്ട് പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ മനസ്സിലാകുന്ന രീതിക്കാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു തരുന്നത്. എൻ്റെ സ്വരങ്ങൾ കുറേശ്ശെ ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ടാണ് സ്വരങ്ങൾ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ആരോഹണം അവരോഹണം, സരിഗ പദസ അവരോഹണം, സദപ ഗരിസ, മധ്യമം നിഷാദം എന്നീ 2 സ്വരങ്ങൾ ഇല്ലാത്ത രാഗമാണിത്. അത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മളിത് ഈ രാഗം വായിക്കുമ്പം ഈ 2 സ്വരങ്ങൾ ഇതിനകത്ത് വരാൻ പാടില്ല. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് എൻ്റെ ആരോഹണം അവരോഹണം. ഇത് നമ്മൾ ഗമകം കൊടുക്കാതെ പ്ലെയിനായിട്ട് വായിച്ച് നമ്മൾ നോട്ട് പഠിക്കുക. ഇപ്പം ഗമം കൊടുക്കാതെ വായിക്കും ഇങ്ങനെ വായിക്കുക. അപ്പോൾ പല്ലവിയുടെ സ്വരസ്ഥാനങ്ങൾ ഞാൻ കുറേശ്ശെ വായിച്ചതിന് ശേഷം പറഞ്ഞുതരാം. നിങ്ങളത് കേട്ട് മനസ്സിലാക്കിയ ശേഷം വീണ്ടും വീഡിയോ കേട്ട് നിങ്ങൾ പഠിച്ചെടുക്കാവുന്നതാണ്. ഗ ഗ രീ രീ, സ സ രീ രീ ഗ ഗ രീ രീ, സാരി ഗരി സാരി സാദ, സാരി ഗപ്പ ഗരി സാരി. അവിടെ പഞ്ചമം നമ്മൾ സെക്കൻഡ് സ്ട്രിങ്ങിൽ ഉയർത്തി വായിക്കും. ഗാന്ധാരം വായിക്കുന്ന വിരൽ നമ്മൾ പഞ്ചമത്തിലേക്ക് ഉയർത്തി വായിക്കും. സാരി ഗപ്പ ഗരി സാരി. ഇനി ഇവിടെ വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫസ്റ്റ് കമ്പി ഓപ്പൺ ആയിട്ട് വായിക്കും. സാരി ഗരി ഗപ്പ ഗപ്പ ദപ്പ ഗപ്പ ഗപ്പ ദപ്പ. ആ നോട്ട് സെക്കൻഡ് സ്ട്രിംഗ് തന്നെ വായിക്കും. ഗപ്പ ഗപ്പ ദപ്പ. അടുത്ത നോട്ട് ഫസ്റ്റ് കമ്പി
ദ സ ദ ദ സ ദ പ ഗ ദ പ ഗ രി പ ഗ ദ പ ഗ രി. ഇത്രയും നോട്ട് പല്ലവിയുടെ നോട്ടായിട്ട് വരും. അടുത്ത ചാൻസ് പറയും. ഗ ഗ പ ഗ ഗ പ ഗ ഗ പ പ ദ ദ പ ഗ ഗ പ പ ദ ദ പ ദ സ ദ ദ പ ഗ ദ പ ദ സ ദ ദ പ ഗ ദ പ ദ ഗ ദ പ ഗ രി സ രി ദ ഗ ദ പ ഗ രി സ രി ഗ ഗ പ പ ദ പ ഗ ഗ പ പ ദ പ ദ സ ദ സ രി സ ദ സ ദ സ രി സ ഗ രി സ ദ സ രി സ ദ പ ദ സ ദ പ ഗ രി സ ദ പ ഗ രി സ രി. ചിട്ടസ്വരം. ഗ രി ഗ രി സ രി ഗ രി ഗ രി സ രി. ഒരിക്കൽ കൂടി. സാദാ സരി ഗരി ഗ പ ഗ പ ദ പ ഗ പ ദ പ ദ സരി ഗ രി ഗ സ രി ദ സ പ ദ സ രി ഗ സ ദ പ ഗ രി സ രി. ഇത്രയും നോട്ട് നമ്മൾ വയലിനെടുത്ത് പ്രാക്ടീസ് ചെയ്ത് ശരിക്കും പഠിച്ചെടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ പ്രതീക്ഷിക്കാം. താങ്ക്സ്.